ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജിഷ്ണു എന്നാണ്. ഞാൻ ഈ ഒരു ചാനലിലൂടെ 8, 9, 10 ക്ലാസ്സുകളിലെ മാത്സ് ഫിസിക്സ് കണ്ടന്റുകളും അതേപോലെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതും അതേപോലെ PSC പരമായിട്ടുള്ള ഒരുപാട് കണ്ടന്റുകളാണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം 2025 സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വർഷമാവട്ടെ 2025 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും 2025 എന്നുള്ളത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വർഷം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും നമുക്ക് നമ്മളെ ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, 9ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പ്രധാനമായിട്ടും ബുദ്ധിമുട്ടുള്ള ചില ഭാഗങ്ങളാണ് വൃത്തങ്ങളുടെ അളവുകൾ, അതേപോലെ വൃത്തഭാഗങ്ങൾ, സ്തംഭങ്ങൾ പറഞ്ഞ അത്തരം ചാപ്റ്ററുകളൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് നമുക്ക് 9ാം ക്ലാസ്സിൽ 11ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, വൃത്തഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്സ് ഓഫ് സർക്കിൾ പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഉണ്ട്. നമ്മൾ ഇന്ന് ആ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് നമ്മൾ എടുക്കാൻ പോണത്. ഓക്കെ, വൃത്തഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കുട്ടികളെ? വൃത്തഭാഗങ്ങൾ എന്ന് പറയുന്നതിന് മുമ്പേ ആദ്യം നമുക്കറിയണം എന്താണ് വൃത്തം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വൃത്തങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിക്കണം. എന്നാൽ നമുക്ക് ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പൊ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് വൃത്തം നോക്കാം. വൃത്തം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങളാണ് വട്ടം, ചക്രം എന്നൊക്കെ. പക്ഷെ അതൊക്കെ വൃത്തത്തിന്റെ ഉദാഹരണങ്ങളല്ലേ. ശരിക്കും വൃത്തത്തിന് കൃത്യമായ ഒരു ഡെഫിനിഷൻ ഉണ്ട്. നമുക്ക് എന്താണ് ഡെഫിനിഷൻ നോക്കാം. ഞാനൊരു ബിന്ദു അടയാളപ്പെടുത്തി. ഓക്കെ, ഈ ബിന്ദുവിന് ചുറ്റും എന്ന് പറയുമ്പോൾ ഇത്രയും ഏരിയകളുണ്ട്. ഒരു ബിന്ദു അടയാളപ്പെടുത്തി. ഈ ബിന്ദുവിന് ഒരേ അകലത്തിൽ അല്ലെങ്കിൽ തുല്യ അകലത്തിൽ ഒരേ അകലത്തിൽ അല്ലെങ്കിൽ തുല്യ അകലത്തിൽ ഞാൻ കുറെ ബിന്ദുക്കൾ അടയാളപ്പെടുത്തി. ഇതേപോലെ കുറെ ബിന്ദുക്കൾ അടയാളപ്പെടുത്തി. നമ്മൾ എന്താ ചെയ്തത്? ഒരു ബിന്ദു അടയാളപ്പെടുത്തി. ആ ബിന്ദുവിന് ഒരേ അകലത്തിൽ ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇയാളും 2 സെന്റിമീറ്റർ ആണ്, ഇയാളും 2 സെന്റിമീറ്റർ ആണ്. ഈ ബിന്ദുവിന് ഒരേ അകലത്തിലാണ് ഈ ബിന്ദുക്കളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു രൂപത്തെയാണ് നമ്മൾ വൃത്തം എന്ന് പറയുന്നത്. എന്താ നമ്മൾ പറഞ്ഞത്? ഒരു ബിന്ദു അടയാളപ്പെടുത്തി. ആ ബിന്ദുവിന് ഒരേ അകലത്തില് കുറെ ബിന്ദുക്കൾ അടയാളപ്പെടുത്തി. അപ്പൊ ഈ ബിന്ദുക്കളുടെ ഈ കൂട്ടത്തെയാണ് നമ്മൾ വൃത്തം അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെയാണ്. നമ്മൾ പറയും ഒരു ബിന്ദുവിന് ചുറ്റും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിന്ദുക്കളുടെ കൂട്ടത്തെ നമ്മൾ വൃത്തം എന്ന് പറയുന്നു. ബിന്ദുക്കളുടെ കൂട്ടം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് മാത്രമല്ല കുട്ടികളെ കൂട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെ നിൽക്കുന്നതും കൂട്ടമാണ്, ഇങ്ങനെ നിൽക്കുന്നതും എല്ലാം കൂട്ടമാണ്. ഓക്കെ, നമ്മളൊരു ലൈന് മൈക്രോസ്കോപ്പിലൂടെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ലൈൻ നമ്മൾ കാണുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അതായത് ഒരുപാട് ബിന്ദുക്കളുടെ കൂട്ടത്തെയാണ് നമ്മൾ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഈ ബിന്ദുക്കളൊക്കെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇതൊരു ലൈനായിട്ടും അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിലൊക്കെ കാണുന്നത്. അതായത് ഇതൊക്കെ ഒരുപാട് കുത്തുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ വൃത്തം എന്താന്ന് മനസ്സിലായോ? ഒന്നുമില്ല കുട്ടികളെ, ഒരു ബിന്ദുവിന് ചുറ്റും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിന്ദുക്കളുടെ കൂട്ടത്തെ വൃത്തം എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞു ഈ ഒരു ബിന്ദുവിന് ചുറ്റും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിന്ദുക്കളുടെ കൂട്ടാണ് വൃത്തം എന്ന് പറഞ്ഞു. അതായത് ഈ ബിന്ദുവിന് ഇങ്ങോട്ട് ഒരേ ലെങ്ത് അല്ലേ, ഇങ്ങോട്ട് ഒരേ ലെങ്ത് ആണ്. ഈ പറഞ്ഞ കാര്യം നമുക്ക് തിരിച്ചൊന്ന് പറഞ്ഞൂടെ? അതായത് ഈ വൃത്തത്തിന്ന് ഈ ബിന്ദുവിൽക്കും ഒരേ ലെങ്ത് എന്ന് പറഞ്ഞൂടെ? ഈ പറഞ്ഞ കാര്യം തിരിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇയാൾ കേന്ദ്രാവൂലേ? ഇയാൾ ആദ്യം ബിന്ദു ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോ ഇയാൾ കേന്ദ്രയില്ലേ? ആരെ കേന്ദ്രമാണ് കുട്ടികളെ? ഇവിടെ ഒരു വൃത്തം വന്നു. അപ്പൊ ഇയാൾ ആരെ കേന്ദ്രമായിരിക്കും? വൃത്ത കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ ഓഫ് സർക്കിൾ എന്ന് പറയും. അല്ലേ? അപ്പൊ ഇയാള് വൃത്ത കേന്ദ്രമാണ്. അപ്പൊ നമ്മള് വൃത്തത്തിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്താണ്. എ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് അടയാളപ്പെടുത്താണ്. ഈ വൃത്ത കേന്ദ്രത്തിനെ O എന്നൊരു പോയിന്റ് ആണ് അടയാളപ്പെടുത്തുന്നത് വിചാരിക്കാം. അപ്പൊ ഈ വൃത്ത കേന്ദ്രവും അതായത് A എന്ന പോയിന്റ് നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഈ ഒരു A എന്നൊരു പോയിന്റ് നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. നമ്മൾ ശ്രദ്ധിക്കണം, വൃത്തത്തിലെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതാണ് വൃത്തം. വൃത്തത്തിലെ ഒരു പോയിന്റ് അറിയുമ്പോൾ ഇതാണ്. വൃത്തത്തിനുള്ളിൽ ഒരിക്കലും അടയാളപ്പെടുത്തരുത്. അപ്പോ വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ഈ അകലത്തെ നമ്മൾ ആരം എന്ന് പറയും. എന്താണ്? ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയും. ഓക്കെ, ഇത് നമുക്ക് അറിയേണ്ടതാണ്. നമ്മളൊന്ന് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞതേ ഉള്ളൂ.
വൃത്തത്തിൽ മറ്റൊരു ബിന്ദു അടയാളപ്പെടുത്താണ് പി എന്നൊരു ബിന്ദു. അടുത്തൊരു ബിന്ദു അടയാളപ്പെടുത്താണ് ക്യൂ എന്നൊരു ബിന്ദു. ഈ പിയും ക്യൂവും നമ്മൾ യോജിപ്പിച്ചു. എന്താ നമ്മൾ ചെയ്തത്? വൃത്തത്തിൽ പി എന്നൊരു ബിന്ദു അടയാളപ്പെടുത്തി, അതേപോലെ ക്യൂ എന്നൊരു ബിന്ദു അടയാളപ്പെടുത്തി. ഈ രണ്ട് ബിന്ദുക്കളും നമ്മൾ യോജിപ്പിച്ചു. ഈ ലൈനിനെ അല്ലെങ്കിൽ ഈ ഒരു അകലത്തെ നമ്മൾ ഞാൺ എന്ന് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിനെ കോഡ് എന്ന് പറയും. ഓക്കെ, എന്താ നമ്മൾ ചെയ്തത്? വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലത്തെ നമ്മൾ ഞാൺ എന്ന് പറയും. ഓക്കെ ആണോ? അപ്പോ ഇങ്ങനെ ഒരു സാധനം കണ്ടോ നമ്മള്? ഇങ്ങനെ വളഞ്ഞു പോയിട്ടുള്ള സാധനം ഇതാ ഇയാള് നമ്മൾ പറയുന്ന പേരാണ് ചാപം. ചാപം അല്ലെങ്കിൽ ആർക്ക് എന്ന് പറയും. ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചാപം എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ മൊത്തം ഈ ആർക്ക് അല്ലെങ്കിൽ ചാപത്തെ ബേസ് ചെയ്തിട്ടാണ് പോണത്. അതായത് ഈ ഒരു ലെങ്ത് ഉണ്ടായിരിക്കില്ല, ഇത്രയും ഈ ഒരു ദൂരം കാണാനാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് കാണുക, അതിന്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് കാണുക. ഇയാള് ചാപം എന്ന് പറയുമ്പോൾ ഇയാള് ഇവിടെ ഉണ്ടല്ലോ ഒരു ചാപം, ഇയാള് ചാപമാകുമ്പോ ഇയാളാണ് മറുചാപം. മറുചാപം. ഓക്കെ, മറുചാപം. നമ്മൾ ഒരിക്കലും അത് മറക്കരുത് കേട്ടോ. ഞാൻ വൃത്തത്തില് ഒരു പോയിന്റ് അടയാളപ്പെടുത്താണ്, ടി പറഞ്ഞൊരു പോയിന്റ് അടയാളപ്പെടുത്താണ്. ഓക്കെ, ഞാൻ എന്നിട്ട് പി ടി യോജിപ്പിച്ചു. ഓക്കെ, നമ്മൾ എന്താ ചെയ്ത്? വൃത്തത്തിലെ ഒരു പോയിന്റ് ആണ് പി, മറ്റൊരു പോയിന്റ് ടി. പി ടി ആരാണ്? പി ടിയും ഞാനാണ്. വൃത്തത്തിലെ രണ്ട് പോയിന്റുകളാണ് പിയും ടിയും. പക്ഷെ ഒരു കാര്യമുണ്ട്, പി ടി ഇതിലെ പോയത്, പി ടി പോയിട്ടുള്ളത് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടെയാണ്. വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ പോകുന്ന ഞാനിനെ നമ്മൾ വ്യാസം എന്ന് പറയും. വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയും. വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയും. അല്ലെ? എന്താണ്? വൃത്തകേന്ദ്രത്തിലൂടെ പോകുന്ന ഞാണിനെ നമ്മൾ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയും. ഓക്കെ, ഒ ടി ആരാണ്? ഒ ടി ആരമാണ്. ഒ പിയും ആരമാണ്. പി ടി ഞാണുമാണ്, വ്യാസമാണ്. അല്ലെ? അപ്പൊ നമുക്ക് പറഞ്ഞൂടെ, ഒ ടിയുടെ ഇരട്ടിയാണ് പി ടി, അതേപോലെ ആരത്തിന്റെ ഇരട്ടിയാണ് പി ടി. അതായത് ഡയമീറ്റർ ഈക്വൽ ടു 2 റേഡിയസ് എന്ന് പറഞ്ഞൂടെ. അതായത് വ്യാസം എന്ന് പറയുന്നത് 2 ആരങ്ങൾ കൂടി ചേർന്നതാണെന്ന് പറഞ്ഞൂടെ. അപ്പൊ ആരെന്ന് പറയുന്നത്, ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് വ്യാസത്തിന്റെ പകുതിയാണെന്നും പറഞ്ഞുകൂടെ നമുക്ക്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പഠിച്ച് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു വന്നിട്ടുള്ളതാണ്. നമ്മൾ ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമ്മൾ വൃത്തത്തില് ഒരു പോയിന്റ് അടയാളപ്പെടുത്തി, പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി, അതേപോലെ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. നമ്മൾ പറഞ്ഞു ഈ ഒരു ലെങ്ത്, ഈ ഒരു ദൂരത്തെ നമ്മൾ ചാപം എന്ന് പറയും, അല്ലെങ്കിൽ ആർക്ക് എന്ന് പറയും പറഞ്ഞു. ഞാന് പി വൃത്തകേന്ദ്രമായിട്ടും ക്യൂ വൃത്തകേന്ദ്രമായിട്ടും യോജിപ്പിച്ചു. അപ്പോ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനെ നമ്മൾ വൃത്താംശം എന്നാണ് പറയുന്നത്. എന്താണ്? വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ എന്ന് പറയും. വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ എന്ന് പറയും. ഓക്കെ, ഈ ഒരു പോർഷൻ നമ്മൾ വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ എന്ന് പറയും. ഞാൻ ഈ ഒരു ആംഗിള് 40 ഡിഗ്രി എന്ന് കൊടുത്തു. ഇയാള് വൃത്തകേന്ദ്രം ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കേന്ദ്രമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്താ? കേന്ദ്രകോണായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? മൊത്തം 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇയാൾ എത്രയായിരിക്കും? 320 ഡിഗ്രി ആയിരിക്കും അല്ലേ? നമ്മൾ അടുത്ത പഠിക്കാൻ പോണത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് വൃത്തങ്ങളുടെ അളവുകൾ പറഞ്ഞുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കാണാനുള്ള സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2πr ആണെന്ന്, അല്ലെ? 2πr ആണെന്ന്. 6 റേഡിയസ് ഉള്ളൊരു വൃത്തത്തിന്റെ ചുറ്റളവ് കാണാനുള്ള സമവാക്യമാണ് 2πr.
നമ്മൾ വൃത്തങ്ങളുടെ അളവുകൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട്, പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാനുള്ള സമവാക്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പൈ ആർ സ്ക്വയർ. പൈ എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയാണെന്നും പൈയുടെ വില 3.14 ആണെന്നും അല്ലെങ്കിൽ 22/7 ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഇതിൽ ഏത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇങ്ങോട്ട് നോക്കി, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ആർക്കിന്റെ ലെങ്ത് ആണ്, ഇത്തരം ആർക്കുകളുടെ ലെങ്ത് ആണ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 360ന്റെ ലെങ്ത് എത്ര? 2πr അല്ലേ? ഇതാണ് ചുറ്റളവ്, വൃത്തത്തിന്റെ ചുറ്റളവ് ഇതാണ് വൃത്തത്തിന്റെ ചുറ്റളവ്. ഇയാള് 2πr ആണെന്ന് പറഞ്ഞു. ഏരിയ ഇത് πr² ആണെന്ന് പറഞ്ഞു. ഇത് 2πr ആണെന്ന് വിചാരിക്കും. ഇത് മൊത്തം 2πr ആണ്. നമ്മൾ ഇതാണ്, ഇത്രയും ഭാഗം മാത്രം നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക? അതായത് ഈ ഒരു ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരിക? നമുക്ക് നോക്കിയാലോ. ഇത് മൊത്തം 360 ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ 360 ഡിഗ്രീൻ്റെതാണ് ഈ 2πr എന്ന ലെങ്ത്. ഈ 2πr മൊത്തം നമുക്ക് വേണ്ട, ഇത്ര മാത്രം നമുക്ക് മതി അല്ലെ? അതായത് 2πrന്റെ എത്രയോ ഭാഗമാണ് ഇയാള് അല്ലെ? 2πrന്റെ എത്രയോ ഭാഗമാണ് ഇയാള്. ഇത് മൊത്തം 2πr ആണ്. 2πrന്റെ എത്രയോ ഭാഗമാണ് ഇയാള്. അത് നമുക്ക് എത്രയും നോക്കിയാലോ. മൊത്തം, അതായത് നമ്മൾ ചാപനീളം കാണാൻ പോവാണ്. ചാപനീളം സമം മൊത്തം 2πr ആണ്. 2πrന്റെ എത്രയോ ഭാഗമാണ് ഇയാൾ. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് മൊത്തം 360 ആണ്. ഇത് 40 അല്ലേ? 360ൽ 40 അല്ലേ ഇയാള്? അപ്പൊ ഗുണിക്കണം 360ൽ 40 ഡിഗ്രിയാണ് ഇയാളുടെ ലെങ്ത് അല്ലേ? അപ്പൊ ഇങ്ങനെയല്ലേ ഇക്വേഷൻ വരിക. അടുത്തൊരു ചോദ്യത്തിൽ ചിലപ്പോ 40 അല്ല 50 ആവാം, 60 ആവാം, 70 ആവാം, 120 ആവാം, എത്രയാവാം. അതിനനുസരിച്ച് ഇയാള് മാറിപ്പോകൂലേ? നമുക്കറിയാം, നമ്മൾ കോണിനെ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് തീറ്റ എന്ന് പറഞ്ഞ സാധനം കൊണ്ടായിരിക്കും അല്ലെ? തീറ്റ ചിലപ്പോൾ ഇവിടെ 40 ആണെങ്കിൽ പിന്നെ അടുത്ത 80 ആയിരിക്കാം. നമ്മളുടെ തീറ്റ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ സമയത്ത് എക്സ് ആണ് കേട്ടോ കൊടുക്കണത്. അപ്പൊ ഈ ഒരു ചാപനീളം കാണാനുള്ള സമവാക്യാണ് 2πr × 360 തീറ്റ, അല്ലെങ്കിൽ θ/360 ഡിഗ്രി. നമുക്ക് എങ്ങനെ വന്നു നമുക്ക് അറിയണ്ട. നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് പ്രധാനപ്പെട്ട ഒരു സാധനം. നമ്മൾ ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഈ ഒരു ചാപ്റ്റർ മൊത്തം ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് പോണത്. എങ്ങനെ ഒന്നുമില്ല, മൊത്തം 360 ആണെന്ന് നമുക്കറിയാം. 360ല് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 2πr ആണെന്ന് നമുക്കറിയാം. 2πrൽ ഈ ഒരു ലെങ്ത് പറഞ്ഞാൽ ഇത് 2πrന്റെ എത്രയോ ഭാഗമാണെന്നറിയാം. അത് 2πrന്റെ 360ൽ 40 ഭാഗമാണ് ഇയാള്. സംഖ്യകൾ മാറുന്നതിനനുസരിച്ച് മാറും. അതുകൊണ്ട് നമ്മൾ തീറ്റ എന്ന് കൊടുത്തും. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ ഈ ഒരു സെക്ടർ എന്ന സാധനം ഉണ്ടല്ലോ, സെക്ടർ, വൃത്താംശം എത്രയായിരിക്കും? അല്ലെങ്കിൽ വൃത്താംശത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? അതായത് ഇതാണല്ലോ വൃത്താംശം. ഈ കാണുന്നതാ, ഇതേപോലെ ഒരു ഭാഗമാണല്ലോ വൃത്താംശം അല്ലേ? ഇതേപോലെ ഒരു ഭാഗമാണ് വൃത്താംശം. അങ്ങനെയാണെങ്കിൽ ഈ വൃത്താംശത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? ഒരിക്കലും വൃത്താംശത്തിന് നീളം ഉണ്ടാവില്ലല്ലോ. ഇതിനല്ലേ നീളം ഉണ്ടാവുള്ളൂ. വൃത്താംശത്തിന് ഏരിയ ഉണ്ടാവുള്ളൂ. ഇത്രയും ഏരിയ. അങ്ങനെ നിങ്ങൾ എന്താ വരിക? ഇത് മൊത്തം πr² ആണ്. നമുക്ക് സർക്കിൾ ആണ്, മൊത്തം πr² ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇത്രയും ഏരിയ എത്രയായിരിക്കും? 360ൽ എത്രയോ ആണ് ഇയാള്. 360ൽ 40 അല്ലേ ഇയാള്? 360ൽ 40 ആണ് ഇയാള്. 360ൽ 40 ആണ് ഇയാള്. ചിലപ്പോ 40 അടുത്ത ചോദ്യത്തിൽ 50 ആവാം, 60 ആവാം, എത്രയാവാം. അപ്പൊ അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ θ/360 എന്ന് കൊടുക്കും. അപ്പൊ നമ്മൾ ചാപനീളം കാണാനുള്ള സമവാക്യാണ് 2πr × θ/360. വൃത്താംശത്തിന്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യമാണ് 3π360. വളരെ പ്രധാനപ്പെട്ട രണ്ട് സമവാക്യങ്ങളാണ് ഇവ രണ്ടാളും. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമല്ല, ഞാൻ വേറൊരു ചോദ്യം എടുത്തിട്ടുള്ളതാണ്. 120 ഡിഗ്രി കോണളവും 6 സെന്റിമീറ്റർ ആരവുമുള്ള ഒരു വൃത്തത്തിന്റെ ചാപനീളം എത്ര? ഒരു ചോദ്യം നമ്മളിങ്ങനെ കിട്ടിയ ആദ്യം റഫായിട്ടൊരു ചിത്രം വരച്ചു നോക്കണം. ആരെന്ന് പറയുമ്പോൾ എന്തായാലും വൃത്തം ഉണ്ടായിരിക്കും. ഇതാ വൃത്തം വരച്ചു. എന്താ പറഞ്ഞുള്ളത്? 120 ഡിഗ്രി കോണളവാണ്. ആയിക്കോട്ടെ, സെൻട്രൽ ആരം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇതിന്റെ കോണളവ് എത്ര? 120 ആണ് തന്നിട്ടുണ്ട്.
അല്ലെ? നമ്മൾ ശ്രദ്ധിക്കണം, 120 ആവുമ്പോ ഇത്രയാണോ വരുള്ളൂ? അല്ല, അല്ലെ? ഇപ്പൊ ഏകദേശം 90 ഡിഗ്രി എന്ന് പറയുമ്പോ ഇവിടെ വരും, അല്ലെ? ഇങ്ങനെ വരും ചിത്രം. ഇത് 180 ഡിഗ്രി എന്ന് പറയുമ്പോ 180 ഡിഗ്രി എന്ന് പറയുമ്പോ ഇത്ര വരും. 120 ഡിഗ്രി എന്ന് പറയുമ്പോ ഏകദേശം 90ന്റെയും 180ന്റെയും ഇടയിലായിരിക്കും. അപ്പൊ ഏകദേശം ഈ 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്ര വരും, അല്ലെ? ഏകദേശം ഇങ്ങനെ ആയിരിക്കും പിക്ചർ വന്നിട്ടുണ്ടാവുക. നമ്മളോട് ചോദിച്ചാൽ എന്താ? 120 ഡിഗ്രി കോണളവും 6 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിന്റെ ചാപനീളം, അതായത് ഈ ലെങ്ത് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ഈ ലെങ്ത് ആണ് കാണാൻ പറഞ്ഞത്. എ എന്ന് പേര് കൊടുത്തു, ഇവിടെ ഓ എന്ന് പേര് കൊടുത്തു, ഇവിടെ ബി എന്ന് പേര് കൊടുത്തു. അതായത് ഈ പറഞ്ഞ ഈ ലെങ്ത് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ചാപനീളം കാണാനുള്ള സമവാക്യമാണ് 2πr ഇൻറ്റു θ/360 ഡിഗ്രി. ഇതിൽ നമുക്ക് എല്ലതും അറിഞ്ഞൂടെ? 2 അറിയാം, π അറിയാം. റേഡിയസ് എത്ര കുട്ടികളെ? റേഡിയസ് 6 സെന്റിമീറ്റർ ആണ്. തീറ്റ അറിഞ്ഞൂടെ? തീറ്റ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്, അല്ലെ? അപ്പൊ നമ്മള് 120/360 എന്ന് കൊടുത്തൂടെ? 0 0 വെട്ടിപ്പോയി, വെട്ടിക്കൂടെ? വെട്ട നമ്മൾ പഠിക്കണം കേട്ടോ. 6ൽ എത്ര? 36 ഉണ്ട്. 6ൽ 6 36 ഉണ്ട്. ഓക്കെ. 6ൽ എത്ര? 12 ഉണ്ട്. 2 12 ഉണ്ട്. ഞാൻ ആരൊക്കെ ബാക്കിയുള്ളത്? 2 ഉണ്ട്, π ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ എത്രയായിരിക്കും? 4π എന്ന് ഉത്തരം കിട്ടും. കൂട്ടത്തിൽ നമ്മൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, സെന്റിമീറ്റർ. എപ്പോഴും ചുറ്റളവിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആയിരിക്കും, നീളത്തിന്റെ യൂണിറ്റ് ഇവിടെ സെന്റിമീറ്റർ ആണ് കേട്ടോ. അപ്പൊ 4π എന്ന് ഉത്തരം കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തുള്ള ചോദ്യം നോക്കാം. 2 സെന്റിമീറ്റർ ആരവും 90 ഡിഗ്രി കോണളവും ഉള്ള ഒരു വൃത്താംശത്തിന്റെ പരപ്പളവ് എത്ര? വൃത്താംശം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് റഫായിട്ട് ഒരു ചിത്രം വരച്ചു നോക്കാം. ആരെന്ന് പറയുമ്പോൾ എന്തായാലും സർക്കിൾ വേണം, അല്ലേ? 2 സെന്റിമീറ്റർ ആരം തന്നിട്ടുണ്ട്. വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്ക് ഒരു ദൂരാണ് ആരം, അത് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതേപോലെ 90 ഡിഗ്രി കോണളവും, 90 ഡിഗ്രിയാണ് കോണളവ് തന്നിട്ടുണ്ട്. ഇതാണ് 90 ഡിഗ്രി, അത് ലംബമായിരിക്കും. 90 ഡിഗ്രി കോണം അളവ് തന്നത്. അപ്പൊ തീറ്റ തന്നിട്ടുണ്ട്, അല്ലെ? തീറ്റ 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അതേപോലെ റേഡിയസ് 6 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, അല്ലെ? എന്താ ചോദിച്ചേ? വൃത്താംശത്തിന്റെ പരപ്പളവാണ്. അപ്പോൾ ഈ ഒരു ഏരിയന്റെ പരപ്പളവാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അല്ലെ? ഈ ഒരു ഏരിയന്റെ പരപ്പളവാണ് നമ്മളോട് ചോദിച്ചത്. നമുക്കറിയാം വൃത്താംശത്തിന്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യമാണ് πr² ഇൻറ്റു എന്താണ്? πr² ഇൻറ്റു θ/360, അല്ലേ? പൈ നമുക്കറിയാം, ആർ റേഡിയസ് തന്നിട്ടുണ്ട് 2 ആണ്. അപ്പൊ 2² എന്ന് വരും. തീറ്റ തന്നിട്ടുണ്ട് 90 ആണ്. അപ്പൊ 90/360 എന്ന് വരും. അപ്പൊ 0 0 ക്യാൻസൽ ആവാം. 36ൽ എത്ര? 9 ഉണ്ട് കുട്ടികളെ. 9ഉം ഈ 36 വെട്ടിക്കൂടെ? 36ൽ എത്ര? 9 ഉണ്ട്. 4 9 36 ആണ്. 4 കൊടുത്തു. അവസാനം നമുക്ക് എന്ത് വരും? π ഇൻറ്റു 2² എന്താ? 2² 4 ആണ്, /4 ആണ്. 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് π എന്ന് വരും, അല്ലേ? പരപ്പളവിന്റെ യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ ആണോ? കിട്ടില്ലേ? 5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഈ ചാപ്റ്ററിലെ ഫസ്റ്റത്തെ ചോദ്യമാണ്. പേജ് നമ്പർ 189 പേജിലെ ഫസ്റ്റത്തെ ചോദ്യമാണ്. ഒരു വൃത്തത്തിൽ കേന്ദ്രകോൺ 40 ഡിഗ്രി ആയ ഒരു ചാപത്തിന്റെ നീളം 3 π സെന്റിമീറ്റർ ആണ്. വൃത്തത്തിന്റെ ചുറ്റളവ് എത്ര സെന്റിമീറ്റർ ആണ്? ആരമോ? നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? വൃത്തത്തിന്റെ ചുറ്റളവ്, അതേപോലെ ആ വൃത്തത്തിന്റെ ആരം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടത് എന്താ? ചാപത്തിന്റെ നീളം കാണാനുള്ള സമവാക്യമാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ സാധനം 3π ആണ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ചുറ്റളവ് കാണണം, ആരവും കാണണം. നമുക്ക് നോക്കാം. നമുക്ക് റഫായിട്ട് ഒരു ചിത്രം വരച്ച് നോക്കാം. ആരുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കൊരു സർക്കിൾ എന്തായാലും ഉണ്ടായിരിക്കും. സർക്കിൾ നമ്മൾ എന്താ? കേന്ദ്രകോൺ 40 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. കേന്ദ്രകോൺ 40 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, പ്രശ്നമില്ല. അതേപോലെ എന്താ? ചാപത്തിന്റെ നീളം 3 π ആണ് തന്നിട്ടുണ്ട്. അതായത് കേന്ദ്രകോൺ 40 ഡിഗ്രി ആയിട്ടുള്ള ചാപത്തിന്റെ നീളം അത് തന്നിട്ടുണ്ട് 3π ആണെന്ന് തന്നിട്ടുണ്ട്. അവരോട് എന്താ കാണാൻ പറഞ്ഞു? ഈ ലെങ്ത്, അതായത് ആരം, വൃത്തത്തിന്റെ ആരം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് വൃത്തത്തിന്റെ ആരവും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ മൊത്തം ചുറ്റളവ്, വൃത്തത്തിന്റെ ഈ ചുറ്റളവും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൃത്തത്തിന്റെ ചുറ്റളവ് കാണാനുള്ള സമവാക്യമാണ് വൃത്തത്തിന്റെ
ചുറ്റളവ് കാണാനുള്ള സമവാക്യമാണ് 2πr ആണെന്ന് നമുക്കറിയാം. 2 അറിയാം, പൈ അറിയാം, r അറിയോ? r അറിയൂല. പക്ഷെ നമുക്ക് r എങ്ങനെ കാണുക? r കാണാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാം. ചാപനീളം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ചാപനീളം ഒരു ഉത്തരം തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ റേഡിയസ് കാണും. അപ്പൊ ചാപനീളം കാണാനല്ലേ? ചാപനീളം കാണാനുള്ള സമവാക്യം എന്താ? ചാപനീളം കാണാനുള്ള സമവാക്യമാണ് 2πr ഇൻറ്റു തീറ്റ ബൈ 360 അല്ലെങ്കിൽ തീറ്റ ബൈ 360. 2 ഇത് എത്രയാ അവർ തന്നിട്ടുള്ളത്? ഇത് ഈക്വൽ ടു ആണ് 3π എന്നവർ തന്നിട്ടുണ്ട് ചോദ്യത്തിൽ തന്നെ. അതായത് ചാപനീളം അതാണ് 3π എന്നവർ തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, തന്നിട്ടുണ്ട്. 2 അറിയാം, പൈ അറിയാം, റേഡിയസ് അറിയോ? റേഡിയസ് അറിയൂല, അതാണ് കാണേണ്ടത്. അപ്പൊ r അതേപോലെ അവിടെ വെച്ചു. തീറ്റ അറിയൂലേ? തീറ്റ 40 ഡിഗ്രി ആണ്. 360 അറിയാം, 3π അതേപോലെ നമ്മൾ എഴുതി. ഉത്തരാണ് അവർ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ഓക്കെ, 0 0 ക്യാൻസലായി. ഓക്കെ, 4 36 നമുക്ക് കട്ട് ചെയ്തൂടെ? എത്ര? 4 9 36 എന്ന് കിട്ടും. അപ്പോ 2 ഇൻറ്റു പൈ ഇൻറ്റു r ബൈ 9 ഈക്വൽ ടു 3π എന്ന് കിട്ടും അല്ലെ? ഈ 9നെ നമുക്ക് r അല്ലേ കാണേണ്ടത്? r-നെ അവിടെ ഒറ്റയ്ക്ക് നിർത്തുക. r എവിടെയാണോ r-നെ ഒറ്റയ്ക്ക് നിർത്തുക, ബാക്കിയുള്ളതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ ആദ്യം 9നെ കൊണ്ടുപോവുക. അപ്പൊ എന്ത് വരും? 2π ഇൻറ്റു r ഈക്വൽ ടു 3 ഇൻറ്റു 9 ഇൻറ്റു പൈ എന്ന് വരും അല്ലേ? 9 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. 6-നെ ഒറ്റയ്ക്ക് നിർത്തുക, ബാക്കിയുള്ളതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഇതാ 2π ഉണ്ട്. 2π ഹരിക്കണം എന്നുള്ളത് അങ്ങോട്ട് എത്തുമ്പോ 2π ഗുണിക്കണം എന്നുള്ളത് അങ്ങോട്ട് എത്തുമ്പോ ഹരിക്കണം ആയിരിക്കും. 3 ഇൻറ്റു 9 ഇൻറ്റു പൈ ബൈ 2π. പൈയും പൈയും ക്യാൻസൽ ചെയ്തൂടെ? നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൂടെ? 3 9 27 ആണ്. 27 ബൈ 2 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ റേഡിയസ് കിട്ടി. റേഡിയസ് എത്ര? 27 ബൈ 2 എന്ന് റേഡിയസ് കിട്ടി. ഇതിന്ന് നമുക്ക് ഇതാണ് 22 ബൈ 7 എന്ന് കിട്ടി. ഇതിന്ന് നമുക്ക് വൃത്തത്തിന്റെ ചുറ്റളവ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ റേഡിയസ് കണ്ടുതാ. റേഡിയസ് കിട്ടിയതാ 22 ബൈ 7 27 ബൈ 2. ഈ ചുറ്റളവ് കണ്ടൂടെ? ചുറ്റളവ് കാണാനുള്ള സമവാക്യമാണ് 2πr. ചുറ്റളവ് സമം 2 ഇൻറ്റു പൈ ഇൻറ്റു r എത്രയാ? 27 ബൈ 2. 2 ക്യാൻസൽ ആയി പോയി. ബാക്കി 27 പൈ സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ചുറ്റളവ് നമ്മൾ കണ്ടു. കിട്ടിയോ? വളരെ സുഖല്ലേ? ഇതാ ആദ്യം നമ്മളെ ചോദ്യം ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. എന്താണോ ചോദ്യത്തിൽ തന്നുള്ളത് ശ്രദ്ധിക്കണം. നമുക്കിവിടെ ചാപനീളം 3π എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതിന്നാണ് നമ്മൾ ആരവും കണ്ടത്, അതേപോലെ ചുറ്റളവും കണ്ടത്. ചിലപ്പോ ആരം തന്നിട്ട് തിരിച്ചും ചോദിക്കും, ചാപനീളം കാണാനും ചോദിക്കും. അപ്പൊ രണ്ടും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ അറിയണം. അതിന് ആദ്യം നമ്മൾ എന്താ, ചോദ്യങ്ങൾക്ക് ഇടയിലൂടെ വായിക്കാൻ നമുക്ക് അറിയണം. അതായത് മാത്സിന്റെ പ്രത്യേകത ഉണ്ട്, നമുക്ക് മൊത്തമായിട്ട് വായിക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് എന്താണോ തന്നത് ഓരോ വരിക്കും വളരെ പ്രാധാന്യമുണ്ട് മാത്സിൽ. നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം.